ജാഫറെ, ഈ കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ച കല്യാണക്കാര്യല്ലേ, അത് നടക്കൂലെന്ന് പറഞ്ഞ് അബുട്ടിയാക്ക വിളിച്ചിരുന്നു. നടക്കൂലെന്നോ? ഞങ്ങൾ അവിടെ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണല്ലോ. കാര്യങ്ങൾ സംസാരിച്ചു കാണും, പക്ഷേ കല്യാണം നടത്താന്ന് അബുട്ടിയാക്ക വാക്കുന്നോ? നിങ്ങളവിടെ തീരുമാനിച്ചതല്ലേ? എന്തേപ്പ പെട്ടെന്ന് ഇങ്ങനെ? കാര്യം അറിയണല്ലോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത് മുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരോ നന്നായി കളിച്ചിട്ടുണ്ട്. അബുട്ടിയാക്ക ഒന്ന് വിളിക്ക്, ഇത് മുടക്കിയത് ആരാന്നൊന്നും അറിയണല്ലോ. ഞാൻ വിളിച്ചിരുന്നു, മൂപ്പര് നമ്മളെ ഒഴിവിനനുസരിച്ചാണ് കടിക്കെല്ലാം പറഞ്ഞു. ജിരിക്ക്, ഞാനൊന്ന് റെഡി ആവട്ടെ. ഇങ്ങനെ കുറെ മുടക്കികളുണ്ട്, അതാരാണെങ്കിലും നമുക്ക് ഓലെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇന്നത്തെ കാലത്ത് നല്ലൊരു ആലോചന വന്നാലേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് മുഖതാവില് സംസാരിക്കാം. ആദ്യം ഞങ്ങൾക്ക് അറിയേണ്ടത് ആരാണിത് മുടക്കിയത് എന്നാണ്. മുടക്കിയത് പുറമെന്ന് ആരുമല്ല, ഞാൻ തന്നെയാണ്. നിങ്ങളിവിടെ ആദ്യം വന്നപ്പം ഞാൻ ചായ അടിക്കണത് കണ്ടിട്ടല്ലേ നിങ്ങൾ ഈ കല്യാണം വേണ്ടാന്ന് വെച്ച്. പിന്നെ ഞാൻ ഈ റെസ്റ്റോറന്റിന്റെ മുതലാളിയാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ നടത്താന്നും തീരുമാനിച്ചു. അല്ല, നമ്മളെ നിലക്കും വിലക്കും ഒത്ത. അതുകൊണ്ടാണ് ഞാനിത് നടക്കൂലെന്ന് പറഞ്ഞതെന്ന്. ഞാനിതിന്റെ മുതലാളി തന്നെയാണ്. എന്റെ പെങ്ങളെ മോളെ കെട്ടാൻ പോണ എന്റെ മോനുണ്ടല്ലോ മനാഫ്, ഓനിവിടെ ചായ അടിക്കലാണ് പണി. ഞാൻ ഇങ്ങനെ ചായ അടിച്ചും ഒരു കൂട്ടിയിട്ടും തന്നെയാണ് ഇങ്ങനെ ഈ റെസ്റ്റോറന്റ് ഇട്ട്. ഇത് നടത്തിക്കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ പണിക്കാരുടെ തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഓനെ ഞാൻ ഈ പണിക്ക് തന്നെ ഇട്ട്. അല്ല, അങ്ങനെ നോക്കിയാലും ഓതിന്റെ മുതലാളി തന്നെയല്ലേ? അല്ല, അത് പറയാൻ പറ്റൂല. റബ്ബിന്റെ അനുഗ്രഹം നാളാണ്ട് നീങ്ങിയാല് ഞാനും ഓനൊക്കെ വേറെ ആരെങ്കിലും കടയിൽ ചായ അടിക്കാൻ പോകേണ്ടി വരും. അതിനൊന്നും എനിക്ക് ഒരു കുറച്ചിലുമില്ല. ഇങ്ങക്ക് പറ്റിയ കുറച്ചും കൂടി നല്ലൊരു ബന്ധം കിട്ടുമോ നോക്കി നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ചാണ്ട് അവസാനിപ്പിക്കാം. കബീർ മാഷ് ഇത് വിളിക്കണ്. ഹലോ, ജാഫർ ഉണ്ടോ എൻ്റെ കൂടെ? ഞങ്ങളിപ്പോ അബുട്ടിയാക്കാൻ്റെ അടുത്ത് പോയി വരികയാണ്. ഞാൻ ജാഫറിന് കൊടുക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, പറയണതുകൊണ്ടൊന്നും തോന്നരുത്. ഓരോ പണിക്കും അതിൻ്റേതായിട്ടുള്ള പവിത്രത ഉണ്ട്. പണവും പദവിയൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും, അതൊന്നും ശാശ്വതമല്ല. നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പോൾ അത് രണ്ടും മാത്രമല്ല നോക്കേണ്ടത്. ആദ്യം നോക്കേണ്ടത് നല്ലൊരു മനുഷ്യനാണോ എന്നാ. കണ്ടോ നിൻമിഴിയാലെ കോന്റേതായല്ലാതെ കോൻ തന്നതല്ലാത്തതൊന്ന്.